ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ തീ കൊളുത്തി ജീവനൊടുക്കി. ഞായറാഴ്ച വാഷിംഗ്ടൺ DC-യിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിലാണ് 25-കാരനായ ആരോൺ ബുഷ്നെൽ തീ കൊളുത്തിയത്. മിലിറ്ററി യൂണിഫോമിലെത്തിയ ആരോൺ സോഷ്യൽ മീഡിയയിൽ മരണം ലൈവായി പുറത്തുവിടുകയും ചെയ്തു. ഈ വംശഹത്യയിൽ എനിക്ക് പങ്കില്ല, ഞാൻ പങ്കാളിയാവുകയുമില്ല എന്ന് പറഞ്ഞ ശേഷമാണ് തീ കൊളുത്തിയത്. ശരീരമാസകലം തീ ആളിപ്പടരുമ്പോഴും ഫലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് ആരോൺ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫലസ്തീൻ ജനതയ്ക്ക് നേരെ തുടരുന്ന വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധത്തിനിറങ്ങുകയാണെന്ന സന്ദേശം ബുഷ്നെൽ ജീവനൊടുക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച രാവിലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും ആരോൺ ബുഷ്നെൽ ഫലസ്തീനിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇസ്രായേൽ ക്രൂരത ഉറക്കെ വിളിച്ചു പറഞ്ഞും ഫലസ്തീനിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആരോൺ തീ കൊളുത്തിയത്. ഞാൻ ഇനി വംശഹത്യയിൽ പങ്കാളിയാകില്ല, ഞാൻ അങ്ങേയറ്റം പ്രതിഷേധത്തിൽ ഏർപ്പെടാൻ പോകുകയാണ്, ഇസ്രായേൽ എംബസിയിലേക്ക് നടക്കുന്നതിനിടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. US സീക്രട്ട് സർവീസ് അംഗങ്ങൾ തീ അണച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സംഭവസ്ഥലത്ത് അപകടകരമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കാർക്കും പരിക്കേറ്റിട്ടുള്ളെന്നും എല്ലാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും ഇസ്രായേൽ എംബസി വക്താവ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. ബുഷ്നെൽ പ്രതിഷേധം സ്വയം ചിത്രീകരിക്കുകയും സമൂഹമാധ്യമമായ ട്വിച്ചിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ട്വിച്ച് തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഡിയോ നീക്കി. ട്വിച്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. പ്രതിഷേധത്തിന് പിന്നാലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോണിന്റെ മരണത്തിന് പിന്നാലെ ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ അടുത്ത തിങ്കളാഴ്ചയോടെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ന്യൂയോർക്കിൽ മറുപടി പറയുകയായിരുന്നു ബൈഡൻ. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ബൈഡനെ സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം നീളുന്നതും രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കയ്ക്കെതിരെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നേരത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിലും അതിന് പിന്തുണ നൽകുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ നയത്തിലും പ്രതിഷേധിച്ച് അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ പലപ്പോഴായി വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. ഗസയിലേക്ക് വരുന്ന ഭക്ഷണം മനഃപൂർവ്വം തടഞ്ഞ് പട്ടിണിയെ വരെ യുദ്ധതന്ത്രമായി മാറ്റുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് അമേരിക്കയിൽ ഒരു കൂട്ടം സർക്കാർ ജീവനക്കാർ ഉപവാസ സമരം നടത്തിയിരുന്നു. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധത്തിൽ 30,000-ഓളം ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 1200-ഓളം ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഗസ യുദ്ധത്തിനിടെ ജനുവരിയിൽ ജോർദാൻ സിറിയ അതിർത്തിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികരും കൊല്ലപ്പെട്ടിരുന്നു.